ഹലോ, ദേ ഈ കാണുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം പനിയായിട്ട് നിന്നപ്പോഴത്തേക്കും അവിടെ കുറേ സീതപ്പഴം പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ പൊട്ടിയിട്ടുണ്ട്. പൊട്ടി ഭയങ്കര മധുരമാണ് കേട്ടോ. ഇത് കഴിക്കാത്തവരും കുറേ പേര് കാണും, അതുകൊണ്ടാണ് പറയുന്നത്. നല്ല മധുരമാണ്. കുഞ്ഞു കുഞ്ഞു അരികളുണ്ട്. വിഷുവിന് പറയുന്ന പേര് കോക്രോച്ച് എന്നാണ് കേട്ടോ. ഇതിൻ്റെ മധുരം കൊണ്ടാണ് നിറയെ ഉറുമ്പ് ഇതിനകത്ത് കയറിപ്പറ്റി. എൻ്റെ കയ്യിലൊക്കെ കയറി. ഇക്കിളിടുന്ന ഉറുമ്പില്ലേ, ഇക്കിളി ഉറുമ്പ്. ഇത് വിളഞ്ഞതായിരുന്നു, പഴുത്തിട്ടില്ല, അതുകൊണ്ട് അത് പറിച്ചിട്ടില്ല. ഇത് പഴുത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് പൊട്ടും. എന്നിട്ട് അകത്തൊരു വൈറ്റ് കളറും കാണാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ ഇങ്ങെടുക്കുകയാണ്. ഞാൻ പറിച്ചെടുക്കുന്നതും കാത്ത് വിഷു ഇവിടെ കാത്തിരിക്കുക. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഈ പൊട്ടിക്കുന്നത് വിഷുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വലിയ പൊക്കത്തിലൊന്നും പോകുന്ന മരമൊന്നുമല്ല, ഇങ്ങനെ പടന്നിങ്ങനെ പന്തലിച്ച് കിടക്കും. അതുകൊണ്ട് നമുക്ക് താഴെ നിന്ന് തന്നെ കയ്യെത്തി പറിക്കാം. ഇതിലിപ്പോൾ കുറച്ചധികം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരേപോലെ പഴുക്കത്തൊന്നുമില്ല. ഇത് പല വിളവായതുകൊണ്ട് പല ടൈമിലായിരിക്കും പഴുക്കുന്നത്. കിട്ടേണ്ട താമസം വിഷു കിട്ടാൻ കിട്ടിയതൊക്കെ അകത്താക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കസ്റ്റാർഡ് ആപ്പിൾ പറിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും ഒപ്പം കൂടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീടിൻ്റെ ബാക്കിലുള്ള കസ്റ്റാർഡ് ആപ്പിളിൻ്റെ മരത്തിലൊന്ന് കയറി നോക്കി. പക്ഷേ യാതൊരു രക്ഷയില്ലായിരുന്നു. ഇതിൽ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇവനാണ് താരം. ഇവൻ്റെ പേരാണ് മുട്ടപ്പഴം. ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ മുട്ടയുടെ മഞ്ഞയില്ലേ, അതുപോലെ ഇരിക്കും ഇതിനകം പഴുത്ത് കഴിയുമ്പോഴത്തേക്കും. ഒരു വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇപ്പോൾ ചെറി സീസൺ ആണല്ലോ. ഇവിടെ നിറയെ ചെറി പിടിച്ചിട്ടുണ്ട്. ഇത് ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കിത് പഴുക്കുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക്ക് പോലെ ഇട്ടുകൊണ്ട് കിടന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പുളിയാണ്, ഭയങ്കര കറയാണ്. മഴയായതുകൊണ്ട് തന്നെ വീട്ടിലെ പപ്പായ മരമൊക്കെ ഒടിഞ്ഞു വീണ് കേട്ടോ. 1-2 പപ്പായ നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി നമ്മളങ്ങ് വെട്ടിക്കളയുക ചെയ്തത്. പിന്നെ ഉണ്ട് കേട്ടോ വേറൊരു ഐറ്റം. ഇത് സപ്പോട്ട. ഇതിപ്പോൾ കുരുന്നാണ് കേട്ടോ. ഇതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ കസ്റ്റാർഡ് ആപ്പിളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വിഷു കസ്റ്റാർഡ് ആപ്പിൾ സൂപ്പറാന്നാണ് പറയുന്നത്. കുറേ പാടുപെട്ടു കസ്റ്റാർഡ് ആപ്പിൾ സൂപ്പറാന്ന് കാണിക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും നൽകുക. ഓക്കെ, ബൈ.